ഹലോ ഗായ്സ്, എല്ലാവർക്കും മാസ്റ്റർ ഗെയിമിലോട്ട് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് DLS ആണ്. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ വീഡിയോ ഇടാൻ വന്നേക്കാണ്. ഇത് നേരത്തെ പണ്ടത്തെ സ്ക്വാഡാണ്. പിന്നെ ഒരാൾ കളിക്കാനായിട്ട് കമൻറ്റ് ഇട്ടു, അതാണ് ഇപ്പോൾ കളിക്കെടുത്തത്. ഗായ്സ്, വൈഫൈ പ്രോബ്ലം ഗായ്സ്. അപ്പം വൈഫൈ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കളി കാണാം. സ്ക്വാഡ് ഫസ്റ്റ് കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് സ്ക്വാഡ്. നമ്മുടെ ക്യാപ്റ്റൻ റോൾസൊക്കെ കാണിച്ചു തരാം. ക്യാപ്റ്റൻ ഇസാക്കിനെ ആക്കാം. ഫുൾ ഇസാക്കാണ്. ഇതാണ് പുതിയ നമുക്ക് ഒരു DLS ലൈവ് കളിക്കാം. ലൈവ് ഗായ്സ്, എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ അടുത്ത ഏത് ഗെയിം കളിക്കുന്നത് കമൻറ്റ് കൂടെ ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്. അപ്പം നമുക്കൊരു കളി കാണാം. നല്ലൊരു ഓപ്പോണൻറ്റിൻ്റെയാണ് കിട്ടിയത്. നമുക്കൊന്ന് കളി ജയിച്ചിട്ട് വരാം. നമുക്ക് ഞങ്ങൾ DLSന് അത്ര ടച്ചില്ല. അതെല്ലാം മാസ്റ്റർ ഗെയിമിങ്ങിൽ എല്ലാത്തിലും വരും. അതാണ് മാസ്റ്റർ ഗെയിമിങ്. പക്ഷെ അതിന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യത്തില്ല. ഗായ്സ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. മാച്ച് തുടങ്ങാറായിട്ടുണ്ട്. മത്സരം എന്താണിത്? കളി കഴിഞ്ഞ കളി കളിച്ചില്ല. എന്താണ്ട് കുഴപ്പമുണ്ട്. നമുക്ക് അക്കാഡമി ഡിവിഷൻ കളിച്ചോളാം. അതേ ഉള്ളൂ നമുക്ക് പറ്റിയ പണി. നമുക്ക് വേറെ കുറേ പണികൾ ചെയ്യാനുണ്ട്. ടീമിൻ്റെ പേര് മാറ്റണം. ഇവിടെ അല്ല. മാസ്റ്റർ FC നോക്കിടാം. ഇപ്പം നമുക്ക് സേവ് ആക്കാം. നമുക്കിനി അക്കാഡമി ഡിവിഷനിലേക്ക് പോവാം. കമൻഡർ ഉണ്ട് ഗായ്സ്. ഇപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കളിക്കാൻ. നമ്മളടുത്ത് ബോൾ വരും. ഇസാക്കിന് പാസ്. ഇസാക്കണം നല്ല കളിയാ. ഇസാക്ക് കൊണ്ട് കളഞ്ഞു ഗൈസ്. ഷൂട്ട് ഇച്ചിരി പോയിട്ടുണ്ട്.
പക്ഷെ നല്ലോണം കളിച്ചു. ഈ സ്വിച്ചിൻ്റെ മാറ്റങ്ങളാണ് ഈ എസ് മൊബൈൽ കുഴപ്പമാണിത്. കൊള്ളാം ഗൈസ്, ബോൾ അടിച്ച് അത് അതെങ്ങനെ ഫ്രീ കിക്കായെന്ന് എനിക്ക് സംശയം. അതെന്ത് ഫ്രീ കിക്ക്? അത് എവിടുത്തെ നിയമമാണ്? ഞാൻ എറിഞ്ഞു കൊന്നു ഗൈസ്. ഇനി വേറെ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഒറിജിനൽ കളികളുടെ കുട്ടി തന്നെയാണ്. ഇനി നമുക്ക് റഫറി ബോൾ കൊടുത്താൽ റഫറി ബോൾ എടുത്തിട്ട് താരോട്ടിടും. അതൊക്കെ ഉണ്ട് ഗൈസ്. റഫറിയുടെ മോന്തക്കടി ബോൾ വെച്ച്. ഓ ഇസാക്ക് മെസ്സിഡ് ബോളിയെ കൊല്ലണം. ഒരു റെഡ് കൊടുക്കട്ടെ. പോ കൊള്ളാം, ബോൾ കിട്ടി. അവന്മാർക്ക് അമ്മമാർക്കരുതട്ടി ഗോളി ഇറക്കി വിടട്ടെ. ഹലോ ഗായ്സ് അപ്പം നിങ്ങൾക്കറിയാവോ ഇതിനകത്ത് ഗോളിയെ എങ്ങനെ ഇറക്കി വിടണ്ടേന്ന്? ഞാൻ പഠിപ്പിച്ചുതരാം. ഞങ്ങളൊരു ഗോളം അടിക്കട്ടെ. ഇവന് ഗോളും എല്ലാം അടിക്കാൻ അറിയാവോ? വാൾഷ് നമ്മുടെ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള വാൾഷാണ് ഗോൾ അടിച്ചിട്ടുള്ള. നല്ല അടിപൊളി ഗോളായിരുന്നു. 1-0. ഈ എഫ് മൊബൈലിൻ്റെ റോഡ് ടു ഗ്ലോറി പോലെ DLSൻ്റെ റോഡ് ടു ഗ്ലോറി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്കാണോ? അതെ നമുക്കാണ്. നമുക്ക് ത്രോ നല്ല ലോങ് ത്രോ കൊടുക്കാം. നല്ല പാസ്സായിരുന്നു. ഇസാക്കിൻ്റെ പണ്ടത്തെ പവറൊന്നും വരുന്നില്ല ഗൈസ്. പണ്ടൊക്കെ അടിപൊളി കളിയായിരുന്നു. ഇസാക്കിൻ്റെ സ്ട്രൈക്കൊന്നും കാണുന്നില്ല. ഇസാക്കിൻ്റെ ലോങ് റേഞ്ചർ. വാട്ട് എ ലോങ് റേഞ്ചർ. ഇസാക്ക് തിരിച്ചു വന്നു ഗൈസ്. അലക്സാണ്ടർ ഇസാക്ക് ആ ഗോളിൻ്റെ കിലോമീറ്റർക്ക് ഇവർ കാണിക്കും. പാസ് കൊടുക്കും. മാർഷിൻ്റെ പാസ്. 23 ഡിസ്റ്റൻസ്. 66. ടോപ്പ് കോർണർ ഗൈസ്, ടോപ്പ് കോർണർ. ഇപ്പം മനസ്സിലായി നിങ്ങളുടെ കളി. അത് ഗോൾ അടിക്കുന്ന ആനിമേഷൻ ഇങ്ങനെ ഷൂട്ടിൻ്റെ റേഞ്ചൊക്കെ കാണിക്കുന്ന നല്ല രസമാണ് ഗൈസ്. പവർ ഷൂട്ടിനേക്കാളും നല്ലൊരു ഗെയിമാണ്. എല്ലാവരും കളിച്ചു നോക്കണം. FC മൊബൈലിൻ്റെക്കാളും നല്ല ഗെയിം പ്ലേ ആണ് ഗൈസ്. FC മൊബൈലിൻ്റെക്കാളും നല്ല ഗെയിം അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ടീം ഒന്ന് മാനേജ് ചെയ്യാം. നമുക്ക് എല്ലാവരും നല്ല പവറിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പരസ്യം ഗൈസ്. കളി തുടങ്ങാം ഗൈസ്. സെക്കൻഡ് ഹാഫ് തുടങ്ങാം. ഇച്ചിരി ബൂസ്റ്റ് കൊടുക്കാം ടീമിന്. കൊടുക്കാം പാസ്. ഒറ്റ പാസ്. നല്ല പാസ്സാന്നൊക്കെ കമൻട്രി അടിക്കുന്ന ആൾ പറയുന്നുണ്ട്. ഞാനത്തെ കമൻട്രി നല്ല കമൻട്രിയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കമൻട്രി. പാസ്വേഡ് ഇസക്കനോട് ഒരു ഷോട്ട്. നമ്മുടെ ഓഫ് സൈഡ്. ഓടാ നമ്മുടെ ചെറുക്കനാ ബ്ലോക്ക് ചെയ്തേന്ന് തോന്നുന്നു. ആണ്. ശിവൻ എന്തിന്റെ ചോക്കേടാ? എന്താ ഒരു ഗോള് കയറേണ്ട സാധനം അവൻ ബ്ലോക്ക് ചെയ്തേ. പൊട്ടന്മാരല്ല, കളിക്കാൻ അറിയത്തില്ല. വലിയ പൊട്ടന്മാർ. ത്രോ അല്ലായിരുന്നു. ത്രോ അല്ലായിരുന്നു, ലൈനായിരുന്നു. അങ്ങോട്ടെന്തിനാ? ആള് സ്ഥലം മാറിപ്പോയില്ലേ? ഒരു ലോഫ്റ്റേക്ക് കേക്ക് സ്ഥലം മാറും. ഇപ്പം ഗോളാവേ. ഭാഗ്യം. ധാരാ കുർട്ടിക്
സെൻറ്റർ. നമ്മൾ ഇനി ടീമൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. ഇസാക്കിന് നല്ലൊരു മൂവ്, ഷൂട്ട്, ഹാർട്ട് കിക്ക്. ഇസാക്കിന്റെ രണ്ടാമത്തെ ഗോൾ. ഇസാക്ക് മറ്റേ പവറാ, നല്ല പാസ്സായിരുന്നു. ആ പാസ് വന്നിട്ടൊരു ഒരു വെട്ടിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഫാൻസ് പിന്നല്ല അവന്മാര് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ജീവന്. നമുക്ക് എന്തായാലും അങ്ങോട്ട് നിങ്ങൾ റോബ്ലോക്സിൻ്റെ ലെവലിൻ്റെ ഒക്കെ വീഡിയോ എല്ലാവരും പോയി കാണണേ. എൻ്റെ റോഡ് ടു ഗ്ലോറിയും വരാൻ സാധ്യതയുണ്ട്. വാട്ട് എ പാസ്ഡാ, നല്ല ട്രാക്കിലായിരുന്നു വന്നത്. വിളിച്ചു വന്ന പ്രഷർ കൊളസ്ട്രോൾ വരില്ല. തമാശ ഓളാടാ. നമ്മൾ വാൾസിൻ്റെ കൈ കൊടുത്തിട്ടുണ്ട് ഒരു പാസ്. അമ്മരെന്തു ഇത് ഓളാടാ പാസ്വേഡ്. നല്ല പിള്ളേരെ ബോളരാൻ തരും. എന്തുവാ തൊട്ടാ വീഴുന്നത്, തൊട്ടാവടിയാണല്ലോ തന്നെ. ഇസാക്കിനോട് ഇസാക്കിനല്ലടാ അവൻ കൊടുത്ത്. ഇയാൾ ലോങ് പാസ് കൊടുക്കണം. നമ്മൾ കളി ജയിച്ചിട്ടുണ്ട് ഗായ്സ്. നമ്മൾ ജയിക്കും ഇപ്പം. ജയിച്ചു. ഒറ്റ ക്ലിയർ ബോളൊന്നും ചെയ്യടാ. അയ്യോ ബോൾ എൻ്റെ അടുത്തല്ലേ. ഗോളി ഇറക്കിട്. ബോളി ഇറക്കട്ടോ. ബോളാടാ ഇവിടെ. കളി ഭാഗ്യത്തിന് ബോൾ പോയി കിട്ടി. ഗോൾ കിക്ക് ഇതുവരെ തീർന്നില്ലടാ. സൈഡ് വിട്. എന്തിനാണ് ചുമ്മാ അടിക്കുന്നതിന് ബാക്കിൽ പോണ? അതെനിക്കറിയാം. നീ അവൻ്റെ അടുത്ത് തന്നെ നീ പോയി. ഞാനത്തെ പ്ലെയറിൻ്റെ മുഖമൊക്കെ ഇച്ചിരി മാറ്റാണ്. ക്ലിയർ ബോളി കോർണർ കിക്ക് ഇത്ര നേരമായിട്ട് മാറുന്നില്ല. മര്യാദക്ക് കളിയാട്ടണം. വീട് കോർണർ കണ്ടാ കോർണേഴ്സ്. പാസിനോട് ഓടിപ്പോ. ഓടിപ്പോയി ബോൾ എടുത്ത് ട്രാക്കിൽ. ഗോൾ കീപ്പർ ജൻഷൻ കൊള്ളാം, നല്ല പേര്. ഇസാക്കാണ് മാൻ ഓഫ് ദി മാച്ച് വരേണ്ടത്. നമ്മൾ ട്രോഫി നോക്കി. ഏത് കപ്പ് ഇത്? DLSന്റെ കപ്പ്. ജെൻസന്റെ അടിപൊളി സേവോടെ കളി ജയിച്ചു. ഇസാക്കിന് 2 ഗോൾ. അങ്ങനെ നമ്മൾ ആദ്യ വീഡിയോയിൽ തന്നെ ഒരു ട്രോഫി നോക്കിയിട്ടുണ്ട്. മനസ്സിലായി ഞങ്ങളുടെ പുറകെ കണ്ടോ. മാൻ ഓഫ് ദി മാച്ചാണ് നമ്മുടെ ഇസാക്കാണ്. ഫസ്റ്റ് ലീഗ് പൊസിഷൻ എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണൊക്കെ ഉണ്ട്. അല്ല ഫിനിഷഡ് നമുക്കാണെങ്കിലേ ഡിവിഷൻ ഓൾ സ്റ്റാർ നമുക്ക് എന്തുവാ ഇതിനകത്തുള്ള ഈ കപ്പും കൂടി പൊക്കിയാൽ നമ്മൾ ബെസ്റ്റ് ടീമാവും. ഇതെന്താന്ന് വെച്ചാലേ ഈ ലീഗിലെ എല്ലാ ബെസ്റ്റ് പ്ലേയേഴ്സും കൂടി ചേർന്ന ഒരു ടീമാണിത്. അതിനകത്ത് നമ്മൾ അവർ തമ്മിൽ ജയിച്ച് ചാമ്പ്യന്മാരായ നമ്മളുമായിട്ട് മത്സരം കളിക്കുന്നു. ട്രോഫി കണ്ടു ഗൈസ്. അടിപൊളി ട്രോഫി കൊണ്ട് ഇതിനകത്ത് ആനിമേഷൻ കണ്ടു ഗൈസ്. ടീമിൻ്റെ നമുക്ക് ഈ കളിയും കൂടി ഒന്ന് ജയിച്ചിട്ട് പാറാം. നമ്മുടെ ജയിച്ചിട്ട് കളറുള്ള മഞ്ഞ കളർ, മഞ്ഞയും ഓറഞ്ചും. നല്ല പോരാട്ടം തടം. പ്രഷറോട് കൊളസ്ട്രോളോട് കൊടു. കറങ്ങത്തില്ലല്ലോ അടിക്കാൻ. ഇത്രയും നല്ല ചളി അടിക്കാൻ അറിയല്ലേ. പിന്നല്ല നല്ല അയ്യോ അടിക്കില്ലേ. ഞാൻ മുട്ടായി വാങ്ങിച്ചു തരാം. എന്തുവാടാ അതെങ്ങനെ ഗോൾ കിക്ക് ആവുന്നേ? അത് ലൈൻ്റെ അപ്പുറത്തൂടെ കറങ്ങി കയറി വന്ന്. പിന്നെ അവിടെ എന്തൊരു പാസ് അടിയായിരുന്നു. എന്തൊരു തെറുവല്ല സാധനം. ഇസാക്കാണ് കിട്ടിയില്ല. ഇസാക്കിനെ ആവണം ഗോൾഡൻ ബൂട്ട്. ഫ്രീ കിക്ക്
നമുക്ക് എല്ലാ കട കിട്ടി. ഞാൻ ഫോളൊന്ന് കാണട്ടെ. അതിന്റെ ബോളിലാണ് ഗായ്സ്. ഒരു കള്ളന്മാരാണ്. റഫറി പേട് ഇവനൊന്നും അടിക്കല്ലേ. ഓഫ്സൈഡ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. ഓഫ്സൈഡ്. ഗോൾ അടിക്കണം. അപ്പുറത്താന്നല്ലേ? അതിപ്പം പിടിച്ചോ. എന്നാ ഗോള്. എന്റെ പോരാട്ടം. ഇസാക്ക് അടിച്ച് പറപ്പിച്ചു ഗൈസ്. കോർണറല്ലേ ഗോളിയുടെ ടച്ച്? എവിടുന്നാ നോക്ക്. ഇസാക്ക് ഓടിക്കേറുന്നു. ഇസാക്കിന് കുത്തി എറിയുന്നു. നല്ല രീതി വന്നായിരുന്നു. ഒരു അസിസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അവന്. പക്ഷേ അവന് അടിക്കാൻ പറ്റത്തില്ല. അത് അവനടിച്ചാൽ കണ്ടു. സമ്മതിക്കത്തില്ല. ഇസാക്കിൻ്റെ ഗോൾ സ്കോറിംഗ് ഒക്കെ നല്ലതാണ്. എന്നിട്ടെന്ത് ഇന്ന് ഈ കളി മാത്രം വരാത്ത? കഴിഞ്ഞ കളി 2 ഗോളൊക്കെ അടിച്ചായിരുന്നു. ഇസാക്ക് ഗോള്. ഞങ്ങൾ പറഞ്ഞ ഗോളെന്ന് പറഞ്ഞ ഗോളിട്ടു. അലക്സാണ്ടർ ഇസാക്ക്. ഇസാക്കിലെ ട്രിബിളിങ് ഉണ്ടോ? പാട്ടൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പാട്ട്. നിന്ന് പോയി. നമ്മൾ ഈ കപ്പ് വെക്കുമെന്ന് ഉറപ്പായില്ലേ ഗായ്സ്? ഒരു ഗോളിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. 2 ഗോളൊക്കെ ആയി പിന്നെ ഉറപ്പിക്കാം. ഇത് 1 ഗോളാണ്. സെക്കൻഡ് ഹാഫ് അവന്മാർ തകർത്തി അടിക്കുമെന്ന് സംശയം. സെക്കൻഡ് ഹാഫിലാകുമ്പോൾ മുന്നെണ്ണം അതും യെല്ലോ കാർഡ് കിട്ടിയവനെ അങ്ങ് മാറ്റാം. ഗായ്സ്, അങ്ങനെ യെല്ലോ കാർഡ് കിട്ടിയ പ്ലെയറിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പകരം മെൻഡി എന്ന് പറയുന്ന ഒരു ഡിഫൻഡറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറങ്ങി പാസൊക്കെ പൊളിയായിരുന്നു. ഇസാക്കിന്റെ പാസ്. അടിക്കറിയോടാ? ഞാൻ ഇസാക്കിന്റെ അങ്ങോട്ട് എടുക്കാൻ പോയാ ഇസാക്കും അടിക്കറിയതാ. ഞങ്ങളുടെ തിരക്കനെ അടിച്ചിടല്ലേ? ഞാൻ പിടിച്ചോ. കഴിഞ്ഞ കീഴിൽ കയറി അടിച്ചു പൊട്ടിച്ചു. അത് വേറെ ഗോൾകീപ്പറാന്ന് തോന്നുന്നു. നേരെ അടിച്ച് പൊട്ടിച്ചിട്ട് നമ്മളെ ബോളർ ഗോള് ഓടുത്തന്നെ പരിക്കായിട്ടുണ്ട്. നമുക്ക് അവനെ മാറ്റാം. ടിയാഗോ ഡൈസിന് ഇതെങ്ങനെയും ജയിച്ചാൽ മതി ഗൈസ്. എന്നിട്ട് 1 കപ്പും കൂടി പൊക്കാം. 2 കപ്പ് നമുക്ക് ഒരു കളിയിൽ വെക്കാം. 2 കപ്പോ ഒരു കളിയിൽ? ഓടുന്ന ഓട്ടം കിട്ടും. ഗൈസ്, അങ്ങനെ എന്താണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നേ മുട്ടൊക്കെയാണ് ഈ കളിക്കുന്നത്. 1 ഗോളിന്റെ മുന്നിൽ നിൽക്കുകയാണ്. സമയവും തീരാറായി. എങ്ങനെയും ഒന്ന് അവൻ്റെ ഇടയ്ക്ക് വെച്ച് ഗോൾ അടിച്ചാൽ പോകും. മെൻഡി എന്തായാലും നന്നായി കളിക്കുന്നുണ്ട്. മെൻഡി ടാക്കിൾ ഇച്ചിരി പൊള്ളായിരുന്നു. കുറച്ച് ഒത്തിരി. ഗോളി കിക്ക്. ഒരു കൊള്ളാം. കിങ്ങിനാണ് കിട്ടിയത്. കിങ്ങോ ണൈറ്റ്. ഞാൻ വായിച്ചേ. ബോളറാ അമ്മായി ബോൾ അടിച്ചു കളഞ്ഞേ. നല്ല പാസ്സായിരുന്നു. നല്ല പാസ്സായില്ല. വീണ്ടും ക്ണൈറ്റിന് കിട്ടി. ക്ണൈറ്റ് വേറെ ഒരുത്തനെ കിട്ടി. കൊള്ളാം. കുഴപ്പമില്ലാത്ത അടുത്ത കപ്പ് കിട്ടി.
മതി 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 മതി. കപ്പൊക്കളാ. അയ്യോ അയ്യോ ശതപ്പെടുത്തി. രണ്ട് കളി കൊണ്ട് 2 ട്രോഫികൾ ഒപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ തന്നെ. വിന്ന മാച്ച്, ഗോൾ സ്കോറഡ്, ക്ലീൻ ഷീറ്റ്, ഗോൾഡ് മെഡൽ, ഡ്രീം പോയിന്റ് ബൂസ്റ്റ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഇനി നമുക്ക് സ്പിൻ ചെയ്യാൻ ഇത് പ്ലെയറിനെ കിട്ടുമ്പോഴുള്ള ആനിമേഷൻ നമുക്ക് കാണിച്ചു തരാം. നമുക്കൊരു പ്ലെയറിനെ എടുക്കാം. കണ്ടോ, ഒരു ഗോൾ കീപ്പറിനാണ്. ഓസ്ട്രേലിയ തോന്നുന്നു. ഒരാൾ നല്ലൊരു ജെൻസിനേക്കാളും നല്ല ഗോൾ കീപ്പറായാൽ മതി. 21 റിയാക്ഷൻ 50%, 50. ഹാൻഡിലിങ് 51. ഒരു 60-ൻ്റെയോ 59-ൻ്റെയോ പിള്ളേർ ആയിരിക്കും. ഗ്രേ. നമുക്ക് റീറോൾ ചെയ്യാം. ഗൈസ്, റീറോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കിട്ടിയ പ്ലെയർ നല്ലൊരു പ്ലെയർ ആയതുകൊണ്ട് ഇതിനെ മാറ്റുന്നില്ല. നമുക്ക് കോയിൻസ് ഒക്കെ എടുക്കാം. നമുക്കൊരു കിറ്റ് നോക്കാം. നല്ല കിറ്റാ. ഈ സാക്കിൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ? പ്രൊമോഷൻ. ഓട്ടോ ബിൽഡോ പൈസ ഇല്ല അത്ര. അക്കാദമിൻ്റെ ഡിവിഷനിൽ പോവാം. ഒരു കളി നോക്കുന്നു കളിക്കാം. ഈ കളിയും കൂടി ഒന്ന് കളിക്കാം. ഇതിപ്പോൾ ലാസ്റ്റ് കളിയാണ്. ലാസ്റ്റ് കളിയില്ല. ഇനിയാണെങ്കിൽ ഇനി റോഡ് ടു ഗ്ലോറി വരാൻ സാധ്യതയുണ്ട്. നല്ല ടീമാണെന്ന് തോന്നുന്നു. നല്ല പരൻ ടീമാണ് ഗൈസ്. അതല്ലേ ഞാനും പറഞ്ഞത്, നല്ല ടീം. നമുക്കാണെങ്കിൽ നമ്മൾ 2 കളിയിലായിട്ട് 2 ട്രോഫികളാണ് പൊക്കിയിട്ടുള്ളത്. റഫറിക്കാണ് ഞാൻ പാസ് കൊടുത്തത്. റഫറി ഓടുക, പന്തെടുത്തില്ല. റഫറി എന്തായിരുന്നു എനിക്കറിയാത്ത. നമുക്ക് ത്രോ ബോൾ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇസാക്കിന് കൊടുക്കാൻ പറ്റിയില്ല. ഇസാക്ക് പന്ത് ആരെയും കൊടുത്താൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ ഒരു നല്ലൊരു ട്രിബിളിങ് ഇപ്പോൾ ഒന്നും ചെയ്തില്ല. ഡ്രീം ബ്രാറ്റ് കമൻട്രി ഹുയ്. നല്ല റെഡിയാണ്. നമ്മളെ ത്രോ. നല്ല ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് പറയുന്നു. ഒന്ന് ഓർഡർ ഐസാക്കെ. സ്കിൽ പാസ്സാണ്. ഒരുത്തനെ വളച്ചിട്ട് അഡ്വാൻറ്റേജ് വരുന്നു. നമ്മളെ ഗോളി ഉരുട്ടി കൈ തന്നത്. ഗോളി ഇറക്കി ഇട്ടത് നല്ല. ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗോളി എങ്ങനെ ഇറക്കിയിടണ്ടേന്ന്. നമ്മളാണെങ്കിൽ സ്വിച്ച് എതിർ ടീമിൻ്റെ കയ്യിൽ നിൽക്കുമ്പോഴേ നമുക്ക് ഗോൾ കീപ്പറിനെ ഇറക്കി വിടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കോർണർ കിക്കിനും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എതിർ പോസ്റ്റിലോട്ടാണെങ്കിൽ ഒരാൾ ബോളും കൊണ്ട് വരുവാണെങ്കിൽ സ്വിച്ച് പ്ലെയർ എന്ന് പറയുന്ന ബട്ടണിൽ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ ഇറങ്ങി വരും. ക്രോസ്
ഗോൾ കീപ്പർ പിടിച്ച് ഹാഫ് ടൈം ആയി ഗൈസ്. നമ്മൾ ഒരാൾക്ക് എതിർ ടീമിന് ഇഞ്ചറി ആയി നമുക്കൊരു എല്ലാ കാർഡും കിട്ടിയിട്ടുണ്ട്. ഉഷാർ. താഴുന്ന ടീമില്ല. നമുക്കിന്ന് ഒരു കളി ഒരെല്ലോ കാർഡ്. നിയമോ ഇതെന്താ പുട്ടിന് ഞാൻ വിചാരിച്ച് കർവ് ഒരു ടോപ്പ് കോർണർ ആവുന്നു. കമൻട്രി എന്താണ്ടൊക്കെ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ഓഫ് സൈഡാണോ? ഓഫ് സൈഡാ, ഓഫ് സൈഡാ. മതി മതി, ഓഫ് സൈഡാന്ന് അറിയത്തില്ലേ? ഓഫ് സൈഡ്, ഓഫ് സൈഡാ, ഓഫ് സൈഡ് ഫ്ലാഗ്. ഇത് ഏതൊക്കെ ടീം എതിര് കളിക്കുന്നതിന് പറയാൻ പറ്റത്തില്ല. ഇതിനെ മാറ്റുന്നു. ഒട്ടും ആരോഗ്യമില്ലായിരുന്നു കിടക്കുന്നു. ഇത് ഇഞ്ചുറി അല്ലല്ലോ, അവന് എനർജി എന്ന് പറയുന്ന സാധനമില്ല. സ്റ്റാമിന എന്തായില്ല. ഇസാക്ക് ഒരു ഷൂട്ട്, ഗോൾ ഗൈസ്. മണ്ടി കൂടെ സൂയി കറങ്ങി വന്നു ഗൈസ്. നമ്മുടെ സെലിബ്രേഷൻ ഒന്നും ഇല്ല, ചുമ്മാ ചാടി കയറുക അല്ലെങ്കിൽ ഏന്നാക്കുക. ആ പാസ് കണ്ടോ, എന്നിട്ട് ചോട്ടുണ്ട്. ഇതൊരു ടോപ്പ് കോർണർ ആണോ സംശയം. ഏയ് എവിടെ പോകണം. ഇസാക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. ഓഫ് സൈഡോ? ഇതെന്താ ഓഫ് സൈഡ്? ഇതമാതിരി കള്ളത്തെ ഇത് കാണിക്കാൻ സാധ്യതയില്ല. ആ കാണിച്ചു. ഓഫ് സൈഡാണ്. ഓഫ് സൈഡ് അല്ല ഗൈസ്. ഇസാക്ക് പിന്നെ എന്തിനാ പാസ് ചോദിച്ചത്? അതിനി അവൻ്റെ അടുത്ത് ചോദിക്കണം ഗൈസ്. ഇസാക്കിന് ലോങ് റേഞ്ചർ. പറപ്പിച്ചു ഗൈസ്. അത് പാസ്, ആ പാസ് കാണിക്കത്തില്ല. ആ പാസ് കാണിച്ചേ, ആ പാസ്. ആ പോസ്റ്റിൽ തട്ടി പോയതേ. ആ പോസ്റ്റിൽ തട്ടിയില്ലേ ഒരു ടോപ്പ് കോർണർ ആയിരുന്നു. ടോപ്പ് കോർണർ ഗോൾ. കോർണറാണ് ഗൈസ്, കോർണർ. കള്ളന്മാരി. കള്ള. ഓ ഗൈസ്, അടുത്ത കോർണർ. കോർണർ നമ്മൾ ഫോളോ ആണ് ചെയ്തേ. ഫോളോ ഒന്നുമില്ല. പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കുവാണ് കോച്ചോ? സോറി, റഫറിയാ. പെയ്ഡ് റഫറിയാ. പോയി സമയം കളടാ മക്കളെ. പിടിച്ചോ, നീ ഫോളോ വന്ന് ഇനി റഫറിക്ക് കൊടുക്കുമല്ലോ. ബോളിയുടെ മോന്തക്കെട്ടുണ്ട്. ബോൾ കൊണ്ട് ഒറ്റയടിയാൻ കടി കൊടുക്കടാ. വെയിറ്റ്, ബോൾ എടുക്കടാ. തോണ്ടേക്കുന്ന പോലെ. അടി 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 അടി. നിക്ക് പോട്ടെ, വിട്ടേക്കാം. പുറമോട്ട് ഓടിപ്പോന്നു. ഷേ റഫറി കൊല്ലാൻ വന്നയാടാ. പേടിച്ചിട്ട് അവനാണ് ഈ കളി അങ്ങ് നിർത്തി. എന്താ ഇത് വേറെ ട്രോഫിയുടെ ആണോ? അല്ല, നമ്മുടെ ഇസാക്ക് മാൻ ഓഫ് ദി മാച്ച് ആവത്തുള്ളു. ഇസാക്കണ്ണ ഇതിനകത്ത് ട്രോഫി ഇല്ലായിരുന്നു. ഇല്ല, 2 ഫൈനലായിരുന്നു. എല്ലാത്തും നമ്മൾ ക്ലീൻ ഷീറ്റ് അടിക്കുന്നുണ്ട്. പിന്നല്ല, പിന്നെ നമ്മളിപ്പം 4ാം സ്ഥാനത്താണ്. നമ്മൾ ഇതിലും ഈ അക്കാഡമി ഡിവിഷൻ DLS അക്കാഡമിയിലും നമ്മൾ ട്രോഫി എടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ടാറ്റ. ഇനി ഇതിൻ്റെ റോഡ് ടു ഗ്ലോറി